നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ എന്നിവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലിശ്ശേരി സ്വദേശി കുന്നത്ത് വളപ്പിൽ 34 വയസ്സുള്ള ജിതിനുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും തുടർന്ന് മലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം അബദ്ധത്തിൽ ആക്സിലറേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. അപകടം നടന്നയുടൻ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗവും ഭാഗികമായി തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ കുറച്ചു സമയത്തേക്ക് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്നറിയാം. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ വൈകിട്ട് 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും നമ്മുടെ കേരളം ആപ്പിലൂടെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പരിശോധിക്കാം. 4,52,437 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെയാണ് ഈ വർഷത്തെ +2 പരീക്ഷകൾ നടന്നത്. അടുത്ത മാസം മുതൽ സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. നേരത്തെ മെയ് 22-ന് പ്രസിദ്ധീകരിക്കുമെന്നറിയിച്ച പരീക്ഷാഫലമാണ് സാങ്കേതിക തടസ്സങ്ങൾ മൂലം മാറ്റിവെച്ചത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ പരീക്ഷാഫല പ്രഖ്യാപനം കൂടിയാണിത്. ജൂൺ 10-ന് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും. മോദിയുടെ ഭരണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനവിനെതിരെ പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസത്തിനുള്ളിൽ 4 തവണ ഇന്ധനവില കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ മോദി സർക്കാർ കോർപ്പറേറ്റ് ഭീമന്മാരായ അദാനി അംബാനിമാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്നവരായി മാറി. ഇന്ധനവില ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഇന്ന് ദിനംപ്രതി ഇന്ധനവില വർദ്ധിപ്പിച്ച് ലിറ്ററിന് 115 രൂപയിലേക്ക് എത്തിച്ചു. 10 ദിവസത്തിനുള്ളിൽ 8 രൂപയോളമാണ് വില വർദ്ധിപ്പിച്ചതെന്നും TN പ്രതാപൻ പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, AT സ്റ്റീഫൻ മാസ്റ്റർ, സിജു പാവർട്ടി, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, കോൺഗ്രസ് നേതാക്കളായ അപ്പു ആളൂർ, മീര ജോസ്, NA നൌഷാദ്, P ബാലചന്ദ്രൻ, ജെയ്സൺ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസാദ് വാഗ, ജറോം ബാബു, BV ജോയ്, ഷാജു തരകൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയങ്കലിൽ നിന്നും തൃത്താല പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറേമ്പാടത്തു നിന്നും അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൗൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഈ ഒരു പദ്ധതി പൂർത്തിയാവുന്നതോടെ നഗരസഭയുടെ പകുതിയിലധികം വാർഡുകളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ
പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള വാർഡുകൾക്കും കൂടി പുതിയ പൈപ്പുകൾ ഇടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ കൂടി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം 350 mm പുതിയ പൈപ്പുകൾ ഇട്ടിരിക്കുകയാണ്. കുറുക്കമ്പാറയിലാണ്. ആ പൈപ്പുകൾ ഇടുന്നതിന് അവിടുത്തെ കുറുക്കമ്പാറയിലുള്ള കരിങ്കൽ തൊഴിലാളി സഹോദരങ്ങൾ ഉൾപ്പെടെ വലിയ സഹായമാണ്. അവരുടെ പണിസ്ഥലമാണ്. അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയ സഹകരണത്തോടെയാണ് പുതിയ പൈപ്പുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഗരസഭയുടെ കുടിവെള്ള പ്രശ്നം. തൃശൂർ വിയ്യൂർ പാലത്തിന് സമീപം കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് അപകടം സംഭവിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വൺവേയിലൂടെ പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാതയിലെ കോൺക്രീറ്റ് ഡിവൈഡറുകളും ഇടിച്ചു തകർത്താണ് റോഡിൽ മറിഞ്ഞത്. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിലാണ് ലോറി ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ ഒരു വശം തകർന്ന നിലയിലാണ്. ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് റോഡിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ലോറിയിൽ നിന്ന് റോഡിലേക്ക് ചോർന്ന ഡീസൽ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 കുന്നംകുളം MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ബാങ്ക് ലോക്കറിന്റെയും കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി ബാങ്ക് കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. 4 കോടി രൂപ ചെലവഴിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ആസ്ഥാന മന്ദിരത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 1-ാം നിലയിൽ ബാങ്കിംഗ് സംവിധാനവും 2-ാം നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2006-ലാണ് CPM പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഭരണത്തിൽ 6 കോടി നിക്ഷേപവും 2.22 കോടി രൂപ വായ്പയും 80 ലക്ഷം രൂപ അറ്റനഷ്ടവുമായി C ക്ലാസ് കാറ്റഗറിയിലാണ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് 70 കോടി രൂപ നിക്ഷേപവും 50 കോടി രൂപ വായ്പ നൽകുകയും ചെയ്തിട്ടുള്ള ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിലാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, ഭരണസമിതി അംഗം VG ബിജു, സെക്രട്ടറി C ബീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അയിരൂർ ഡിവിഷനിൽ വിജയോത്സവവും ഉന്നത വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസും നടത്തി. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അയിരൂർ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ AK സുബൈർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിസാർ, യഹിയ ആമയം, ഡോക്ടർ ഹിലാൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിസ്വാന സഫ, K ഷാജിദ, ബീന സുന്ദരൻ, പൊതുപ്രവർത്തകരായ ജയപ്രകാശ്, നദീം പെരുമ്പടപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവിഷൻ പരിധിയിലെയും സമീപ പ്രദേശത്തെയും വിജയിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ജാബിർ സാദിഖ് സ്വാഗതവും ജാബിർ നന്ദിയും പറഞ്ഞു. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ യോഗം കല്ലുംപുറം കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. വികാരി ഫാദർ ജോബ് സുവിശേഷ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജിജി ജോസഫ് മുഖ്യ സുവിശേഷ സന്ദേശം നൽകി. കാൽവറി കുന്നംകുളം യൂണിറ്റിന്റെ ഗാനശുശ്രൂഷയുമുണ്ടായിരുന്നു. കാൽവറി പ്രയർ ഫെലോഷിപ്പ് നേതൃത്വത്തിൽ എല്ലാ 1-ാം ഞായറാഴ്ചയും കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സുവിശേഷ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.